ഇത് എയർപോഡ് സർവീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കാൻ, പിന്നെ കേസ് മാറ്റാൻ അയക്കാൻ, അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതിനായിട്ട് വരുന്ന സാധാരണ മദർ ബോർഡ് സർവീസ് ചെയ്യാൻ സ്റ്റാൻഡ് വരുന്ന പോലെ തന്നെ എയർപോഡ് സർവീസ് ചെയ്യാനായിട്ട് പുതിയതായിട്ട് വന്ന സ്റ്റാൻഡ് ഇത് ഏകദേശം ഇറങ്ങിയിട്ട് ഒരു കൊല്ലത്തിൻ്റെ മുകളിലായി. പക്ഷേ മാർക്കറ്റിൽ ഇതുവരെ അതങ്ങനെ സർവീസ് ചെയ്യാൻ അധികം ആൾക്കാർ എടുക്കാത്തതിനെ കൊണ്ട്, സ്പെയർ കിട്ടാത്തതിനെ കൊണ്ട് ഇതിൻ്റെ ഒരു ആവശ്യം വരുത്തില്ലായിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ ശേഷം ഒരു 1.5 മാസം ആയിട്ടേ ഉള്ളൂ ഏകദേശം ബാറ്ററി വന്നു തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ തയ്ക്കാനുള്ള ടൂളും കാര്യങ്ങളൊക്കെ എൻക്വയറി വന്നു തുടങ്ങിയത്. പിന്നെ ഇത് ഇപ്പോൾ എയർപോഡിൻ്റെ കേസ് വരുന്നുണ്ട്, ബാറ്ററീൻ്റെ കേസ് വരുന്നുണ്ട്, ഒരുവിധം എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാറ്ററി ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങിക്കണം. പിന്നെ ഇപ്പോൾ ബാറ്ററി ഇറങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ഇതിന് കൂടുതൽ എൻക്വയറി ആയിട്ട് വന്നു തുടങ്ങിയത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ മെക്കാനിക്കിൻ്റെ വരുന്നുണ്ട്, 2-3 ബ്രാൻഡ് വരുന്നുണ്ട്. പക്ഷേ ഈ വരുന്നതാണ് കുറച്ചും കൂടി വെയിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. ബാക്കിയുള്ളതും കൂടി ഇനി എടുത്തിട്ട് നോക്കിയിട്ട് പറഞ്ഞുതരാം അതിൻ്റെ ഇതെങ്ങനെയാണെന്നൊക്കെ. പിന്നെ ചെറിയ വില വരുന്നുള്ളൂ. പിന്നെ ഇത് അതൊരു പഴയ എയർപോഡായിരുന്നു, അതാണ് ഇപ്പോൾ അതിൽ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാറ്ററി ഊരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ലിക്വിഡൊക്കെ അടിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരെടുക്കാൻ. മറ്റേത് എന്തോ ഡാമേജ് ആയിട്ട് വന്നതായിരുന്നു, അത് ഷോപ്പിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്ത് വീഡിയോ ചെയ്ത്. ചെറിയ ഹോളുണ്ട് കേട്ടോ, മൈക്കിൻ്റെ ചിത്രം വരുന്നുണ്ടല്ലോ സ്റ്റാൻഡിൻ്റെ മുകളിൽ, ശ്രദ്ധയപ്പെട്ടില്ലായിരുന്നു. അവസാനം രണ്ടാമതാണ് കണ്ടത്. അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് അടിയിലുള്ള കേസിൻ്റെ ദൂരം. എൻ്റെ മുകളിൽ ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്, പക്ഷെ അത് ഞാൻ ഈ എയർപോഡ് എൻ്റെ കയ്യിലുള്ള എയർപോഡാണെങ്കിൽ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഓൾറെഡി ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിനെക്കൊണ്ട് അത് പെട്ടെന്ന് അഴിഞ്ഞ് വരും. ബാറ്ററി നല്ല ബാക്കപ്പ് കിട്ടുന്നുണ്ട്, ഏകദേശം ഒരു 3-4 ദിവസമൊക്കെ എന്തായാലും കിട്ടുന്നുണ്ട്. അതിന് മുകളിൽ വരുന്നുണ്ട് എയർഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ്. പിന്നെ ആ കേസിലത്തെ ബാറ്ററി എന്തായാലും മാറ്റിയിട്ടില്ല. അപ്പോൾ അതിനെക്കൊണ്ടാണ് ഇത് തീരുമ്പോഴേക്ക് മറ്റേത് അങ്ങോട്ട് കയറല്ലോ. പിന്നെ പറയാനുള്ള സെൻറ്ററിലും ഈ 2 സൈഡിൽ പുറമെ സെൻറ്ററിലും വരുന്നുണ്ടല്ലോ അത് വെക്കുന്നത്. അത് ആ സ്പീക്കറിൻ്റെ ഗ്രില്ല് ഒരാളാണ്, അതിൽ വെച്ചിട്ട് ബ്ലോവറെ ചൂടാക്കിയതിന് ശേഷമാണ് ഒരു